ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം. നാളത്തെ കഥയിൽ ശ്യാമകൃഷ്ണന്റെ വിഗ്രഹത്തിലേക്ക് ഇടുന്ന പൂമാല ചെന്ന് വീഴുന്നത് വരുണിന്റെയും രാധികയുടെയും കഴുത്തിലാണ്. ശേഷം കാണിക്കുന്നത് രാധിക ആ പൂമാലയും പിടിച്ചുകൊണ്ടാണെങ്കിൽ കുളക്കടവിൽ ഇരിക്കുകയാണ്. രാധികയുടെ കൂട്ടുകാരികളെല്ലാം അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം രാധിക കുളത്തിലേക്ക് നോക്കിയിരിക്കുകയാണ്. ആ സമയത്ത് കുളത്തിലാണെങ്കിൽ ഒരു നിഴൽ കാണുന്നുണ്ട്. അത് വരുണിന്റെ നിഴലാണ്. രാധിക പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ വരുണിനെ കാണുന്നില്ല. രാധിക അപ്പോൾ സംശയത്തോടെ വീണ്ടും കുളത്തിലേക്ക് നോക്കുകയാണ്. കുളത്തിലേക്ക് നോക്കുമ്പോൾ തൊട്ടടുത്ത് വരുൺ നിൽക്കുന്നത് കാണുന്നു. ഉടനെ തന്നെ രാധിക വീണ്ടും തിരിഞ്ഞു നോക്കുന്നു. രാധിക അപ്പോൾ പുറകിൽ നിൽക്കുന്ന വരുണിനെ കാണുന്നു. രാധിക പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേക്കുന്നു. അതിനുശേഷം കയ്യിലിരിക്കുന്ന പൂമാല പുറകിലോട്ട് പിടിക്കുകയാണ് വരുൺ കാണാതിരിക്കാൻ വേണ്ടി. വരുൺ രാധികയോട് പറയുന്നുണ്ട്, തന്നെ കുറിച്ച് ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞിട്ടുണ്ട്. മുത്തശ്ശി അപ്പോൾ എന്നോട് എന്താണ് പറഞ്ഞതെന്ന് അറിയണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. രാധിക അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. വരുണിന്റെ കയ്യിലാണെങ്കിൽ ആ പൂമാല ഇരിക്കുന്നുണ്ട്. വരുൺ രാധികയോട് നിൽക്കാനെന്ന് പറയുന്നുണ്ട്. പക്ഷെ രാധിക അവിടെ നിന്ന് പോകുന്നു. ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം. താങ്ക്